ഇന്ത്യൻ ആർമി അഗ്നിവീർ പോസ്റ്റ് കാലിക്കറ്റ് ARO അതുപോലെ തന്നെ തിരുവനന്തപുരം ARO ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഏവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം. ഇത് നോർമലി നമ്മൾ എല്ലാ തവണയും റിസൾട്ട് വരുന്നതിന് മുൻപായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പ് ചാനലിലൊക്കെ ചെറിയൊരു ഹിൻഡ് കൊടുത്തിട്ട് നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ വരും, 3 ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് അതുപോലെ തന്നെ വരാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തരാനുള്ള അപ്ഡേറ്റും അതുപോലെ ഏകദേശമുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ചാൻസസ് കൂടുതലാണ് ഉടനടി വരാനായിട്ടുള്ളത്. സോ അതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോൺ വൈസ് റാലി ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടെൻറ്റേറ്റീവ് ആണ്, പക്ഷേ ഈ ഒരു ഡേറ്റിൽ തന്നെ നടത്താനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് ഈയിടെ നമുക്ക് സൈറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ റാലി ഷെഡ്യൂളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെയുള്ള റാലി അപ്ഡേറ്റുകൾ. എല്ലാ എയർലൈൻ്റെയും വന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ZIROൻ്റെ കീഴിലുള്ള നമ്മുടെ തിരുവനന്തപുരം അതുപോലെ തന്നെ കാലിക്കറ്റ് ARO ഇത് രണ്ടും അവിടെയാണ് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റിന് വേണ്ടി റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് AROൻ്റെ റാലിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. റാലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനു വേണ്ടി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ആർമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉടനടി തന്നെ എന്താവുന്നതായിരിക്കും, നമുക്ക് കാലിക്കറ്റ് AROൻ്റെ ഫിസിക്കൽ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം AROൻ്റെ ലിസ്റ്റ് റിസൾട്ട് അതും ഉടനടി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ മറ്റെന്തെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം അറിയാനായിട്ട് സാധിച്ചത് ഡേറ്റുകൾ ഓരോന്നായിട്ട് റിലീസ് ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കാലിക്കറ്റ് AROൻ്റെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ അത് ഉടനടി മുന്നിലേക്ക് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെയൊക്കെ ആയിട്ട് ഇന്നും നാളെയും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ലഭിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഉടനടി വരുന്നതായിരിക്കും. ഇന്നും നാളെയും കിട്ടാനുള്ള ചാൻസ് കുറവാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷമുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ വരാനുള്ള ചാൻസാണ് കൂടുതലായിട്ടും കാണുന്നത്. സോ ഇത്രയധികം റാലി ഷെഡ്യൂളുകൾ ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉടനെ വരുന്നതായിരിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ കാര്യത്തിൽ അവരുടെ കൺസേൺ അറിയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുള്ളത്. പാനിക് ആവേണ്ട, ഉടനടി മുമ്പോട്ട് വരും. പ്രാക്ടീസ് ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികൾ എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. പിന്നെ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ഒരു പത്ര കട്ടിങ് അയച്ചു തന്നിട്ട് നമ്മുടെ കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി കർണാടക കാലിക്കറ്റ് AROൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലി കർണാടകത്തിൽ വെച്ച് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും 13 മുതൽ നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. 13 19 അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അപ്ഡേറ്റ് വരാനുള്ള ചാൻസ് ഒക്കെയാണ് കാണുന്നത്. അതായത് ഉടനെ മുന്നിലേക്ക് അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ കർണാടകത്തിൽ വെച്ച് നടക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കേരളത്തിൽ എവിടെയെങ്കിലും വെച്ച് നടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പാനിക് ആവേണ്ട. ഇങ്ങനൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ആർമീൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. അല്ലാതെ മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് വരുന്നത് മേ ബി സത്യമായിരിക്കാം, നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് സൈറ്റിലൂടെ ലഭിക്കുമ്പോൾ അതിലൂടെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പലരും ഇതിൽ ഒരുപാട് കൺസേൺ അറിയിച്ചത് കൊണ്ടാണ് ഈ കാര്യം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഏതായാലും വരുന്ന അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട.